ഡോക്ടർ, എനിക്ക് വയറിന്റെ പ്രയാസം വരുമ്പോൾ ഇതുപോലെ ദേഷ്യവും സങ്കടവും ഒക്കെ മാറി മാറി വരുന്ന അവസ്ഥ, ഇത് എന്തുകൊണ്ടാണ്, ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെ പല രോഗികളും ചികിത്സ എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് ദഹന പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് IBS പോലുള്ള അസുഖങ്ങൾ ഒരാളിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമായ എസൻഷ്യൽ ന്യൂട്രിയൻസ് ഒന്നും ശരിയായ രീതിയിൽ അബ്സോർപ്ഷൻ വരാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുക. പ്രത്യേകിച്ച് വൈറ്റമിൻ D, B12 ഈ 2 വിറ്റമിൻസും കുറഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരുമാതിരി ഡിപ്രഷന്റെ സിംറ്റംസ് ഒക്കെ പുറത്തേക്ക് കാണിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാലങ്ങളായിട്ട് ദഹന പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ D, B12 ഇത് ചെക്ക് ചെയ്തിരിക്കണം. അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക മാത്രമല്ല, അങ്ങനെ നമ്മൾ സപ്ലിമെന്റ് എടുത്താലും നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ അത് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗട്ട് ഇഷ്യൂസ് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യണം. അതിന് വേണ്ട മുൻകരുതലുകളും ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളും അതുപോലെ തന്നെ ഭക്ഷണക്രമങ്ങളും ആവശ്യമാണെങ്കിൽ മെഡിസിൻ എടുക്കാനും ശ്രമിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ആയ സെറിട്ടോണിൻ പോലുള്ള ഹോർമോണുകൾ സിന്തസിസ് ചെയ്യുന്നതിൽ നമ്മുടെ ഗട്ടിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗട്ട് അഥവാ കുടലിൽ ചീത്ത ബാക്ടീരിയ ഉണ്ടാകുമ്പോഴോ ഗട്ടിന്റെ ഹെൽത്ത് വളരെ മോശമാകുമ്പോഴോ ഈ പറയുന്ന ഹാപ്പി ഹോർമോണായ സെറിട്ടോണിന്റെ സിന്തസിസ് വളരെ കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഷാദ രോഗം പോലെ, അല്ലെങ്കിൽ എപ്പോഴും സങ്കടം, ഈ സങ്കടം നിലനിൽക്കുമ്പോൾ അതൊരു ദേഷ്യമായി മറ്റുള്ളവരിലേക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും ഇതുമൂലം ഉണ്ടാകും. മൂന്നാമതായിട്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കാലങ്ങളായിട്ട് ഇങ്ങനെ ദഹന പ്രശ്നങ്ങൾ വിട്ടുമാറാണ്ട് നിൽക്കുമ്പോൾ പല ചികിത്സകൾ എടുത്തു, പല സ്കാനുകൾ ചെയ്തു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു, എന്നിട്ടും ഈ രോഗം മാറുന്നില്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് സങ്കടവും ദേഷ്യവും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നമുള്ളവർ അവരുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, മറ്റുള്ളവരൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്, അത് തിരിച്ചറിഞ്ഞ് കൃത്യമായി അവരോട് പെരുമാറാനായിട്ടും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ 2-3 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ദഹന പ്രശ്നങ്ങൾ കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുമ്പോൾ ദേഷ്യവും സങ്കടവും ഇതുപോലെ മാറി മാറി വരാനായിട്ടുള്ള കാരണം.